പഴയ ബൾബ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലൊരു സുന്ദരി കുട്ടി ഉണ്ടാക്കിയെടുത്താലോ? മുമ്പ് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റിന്റെ ബാക്കിയാണ് കേട്ടോ ഈ ബൾബിന്റെ ഈ പീസ്. കാര്യം ഇത് ചെയ്തു വരുമ്പോൾ ഇത് ശരിയാകുമോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അതിന് അത്രയ്ക്ക് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. മാത്രമല്ല ആദ്യമായിട്ടാണ് ബൾബ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഈ പാറ്റേൺ കണ്ടപ്പം ഇതൊരു ഗൗൺ പോലെ ചെയ്തെടുക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ ആഗ്രഹം മാത്രം നടന്നില്ല. ചെയ്ത് വന്നപ്പോൾ ഇത് ഗൗണൊന്നും ആയി വന്നില്ല കേട്ടോ. അതുമാത്രമല്ല എൻ്റെ ക്ലേ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയപ്പോൾ കേട്ടോ. പിന്നെ ഒരു വിധത്തെ ഞാൻ ഒപ്പിച്ച് വേഗം അതങ്ങ് ചെയ്തെടുത്തു. ചെയ്ത് വന്നപ്പോൾ ഇതാ കൈയുടെ നീളം നോക്കിക്കേ. ഇത്രയും നീളമുള്ള കൈ യക്ഷിക്കും പിന്നെ ആനയ്ക്കും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് എന്ത് ചെയ്യുന്നിടത്ത് ഞാൻ കുറേ നേരം ആലോചിച്ചു. ഇത് മുറിച്ച് കളഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ച് നോക്കിട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, ഈ രണ്ട് കൈയും കൂടെ മടക്കി താടിക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ആ ഐഡിയ എന്തായാലും വർക്കൗട്ടായി. ഇപ്പം കൈയുടെ നീളം വലിയ വിയേഡായിട്ട് തോന്നുന്നില്ല. അപ്പോൾ താണ്ട് അടുത്ത പ്രശ്നം, സ്കേർട്ട് ചെയ്തതാണെങ്കിൽ ശരിയായിട്ടില്ല. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഒരു തരത്തിലാണ് ഞാൻ ഇത്രയും വരെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന കളറുകളൊക്കെ മിക്സ് ചെയ്ത് ഇതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ ചെയ്താലും അത് കൊളായി പോവും. പിന്നെ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഹെയറും അതുപോലെ തന്നെ ഹെയറിൽ വെക്കുന്ന ഫ്ലവറും ചെയ്തെടുത്തിരിക്കുന്നത്. ഇവർക്ക് ഫേസ് വരയ്ക്കണ്ടെന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കരുതിയിരുന്നത്. കാരണം ഞാൻ ഫേസ് വരച്ചത് കൊളായി പോകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒന്ന് വരച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഫേസ് ഉള്ളതാണോ ഫേസ് ഇല്ലാത്തതാണോ നല്ലതെന്നൊന്ന് കമൻറ്റ് പറയാൻ മറക്കരുത്. പിന്നെ എന്താണ് ഇവളുടെ മുഖത്തൊരു ദുഃഖം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഇവളും ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.